Good morning. I am Rajashekhar. Shekhar speaking for all. Make time. It makes you. Make time. It makes you. Because time is money. Make time. It makes you. Time is money. And it pays. It pays. P-A-Y-S. Pays. Pays means ഗുണം ചെയ്യുന്നർത്ഥം. Can you make time? അത് കേൾക്കുമ്പോൾ മേക്ക് ടൈം എങ്ങനെ ഹൗ ക്യാൻ വി മേക്ക് ടൈം? ആ 24 മണിക്കൂറാണ് ഒരു ദിവസമുള്ളത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് മേക്ക് ടൈം എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ക്യാൻ യു മേക്ക് ടൈം? യെസ്, വി ക്യാൻ മേക്ക് ടൈം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് നമ്മൾ എന്താണ്, യു മസ്റ്റ് ലേൺ ദി ആർട്ട് ഓഫ് ടൈം മാനേജ്മെൻറ്റ്. ജീവിതത്തിൽ പരമപ്രധാനമായ കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. അതിന് ചില പൊടിക്കൈകൾ പ്രയോഗിച്ചാൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ടൈം മാനേജ്മെൻറ്റ് നന്നായി കൈകാര്യം ചെയ്യുക, അത് അറിഞ്ഞാൽ വി ക്യാൻ മേക്ക് ടൈം. സമയത്തെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. സമയത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾ കൃത്യമായി ചെയ്ത് നമ്മുടെ ജീവിത വിജയം നേടാൻ കഴിയും. അതിന് ചില പൊടിക്കൈകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ചില പൊടിക്കൈകൾ, ഒരുപാട് വഴികളുണ്ട്. നമുക്ക് എളുപ്പം പ്രയോഗിക്കാവുന്ന, ആർക്കും പ്രയോഗിക്കാവുന്ന ചില പൊടിക്കൈകൾ നമ്മൾ ചർച്ച ചെയ്യാവുന്ന. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ ദിവസവും നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അടുത്ത ദിവസത്തേക്കുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കും. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിയില്ല. നാളെ കാണണം, എടുത്ത് പോകണം, ഇന്ന കാര്യങ്ങൾ നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടല്ലോ. അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കും. ഞാൻ പറയും ടുമോറോസ് ടു ഡു ലിസ്റ്റ് ഓഫ് തിങ്സ് ടു ബി ഡൺ ടുമോറോ എന്നായിരുന്നു. ടുമോറോസ് ടു ഡു ലിസ്റ്റ് എന്ന് പറയും. നമ്മൾ ചുരുക്കി പറഞ്ഞു ടുമോറോസ് ടു ഡു ലിസ്റ്റ്, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് തിങ്സ് ടു ബി ഡൺ ടുമോറോ. അത് ടുമോറോ മാത്രമല്ല, അടുത്ത ദിവസം അങ്ങനെ ചിലപ്പോൾ ആഴ്ചത്തേക്കൊക്കെ ഉള്ള പ്ലാൻ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഓരോ ദിവസത്തിനുള്ള അടുത്ത ദിവസത്തേക്കുള്ള പ്ലാൻ ചെയ്യുക. അതിന് എന്താ പറയുന്നത്? ടുമോറോസ് ടു ഡു ലിസ്റ്റ്. ദാറ്റ് മീൻസ് ലിസ്റ്റ് ഓഫ് തിങ്സ് ടു ബി ഡൺ ടുമോറോ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് എഴുതി വയ്ക്കുക, ഒന്ന് കുറിച്ച് വയ്ക്കുക. ഒരു കുഴപ്പമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും യു മസ്റ്റ് ഗെറ്റ് ഇറ്റ്, പുട്ട് ഇറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയും. അങ്ങനെ ഒരു പ്രയോഗം ഇംഗ്ലീഷ്. പുട്ട് ഇറ്റ് സംതിങ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻസ് ഗെറ്റ് ഇറ്റ് റിട്ടൺ. എഴുതി വയ്ക്കണം. അതാണ് ഏറ്റവും നല്ലത്. ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക, കിടക്കുന്ന മുമ്പ് അവിടെ എഴുതി വയ്ക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഇത് കാണത്തക്ക പോലെ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതൊരു ടെക്നിക്കാണ്. നമ്മളിതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന, വളരെ വേഗത്തിൽ ചെയ്യാൻ, സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. ഇത് മേക്കിംഗ് എ ലിസ്റ്റ് ഈസ് വെരി സിമ്പിൾ. വളരെ സിമ്പിളാണ് ലിസ്റ്റ് ഉണ്ടാക്കാൻ. നമുക്ക് നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമില്ല. ബട്ട് ഇസ് ഇമ്പാക്റ്റ് ഈസ് പവർഫുൾ. വളരെ പവർഫുള്ളാണ്. അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. കാരണം അടുത്ത ദിവസം നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ലിസ്റ്റ് ഉണ്ടാക്കി പ്രയോറിറ്റൈസ് ചെയ്ത്, അതാണ് അടുത്ത ഘട്ടം. പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രധാനപ്പെട്ടത് ആദ്യം ചെയ്യണം, അപ്രധാനമായത് പിന്നീട് അങ്ങോട്ട് മാറ്റി വെച്ചാൽ. ഇപ്പം നാളെ ഒരു 10 കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വെച്ചോളൂ. അത് ചിലപ്പോൾ ആ 10 ചെയ്ത് തീർക്കാൻ കഴിയുന്നത് വരും, ചിലപ്പോൾ പെൻഡിങ് വരും, ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ കഴിയാതെ വരും, ചിലരെ കാണാൻ കഴിയാതെ വരും. പക്ഷേ ഈ പ്രയോറിറ്റൈസ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ജോലികൾ ബാക്കിയായാലും അപ്രധാനമായത് മാത്രമേ ബാക്കിയാവുള്ളൂ, പ്രധാനപ്പെട്ടതെല്ലാം ചെയ്ത് തീർത്തിട്ടാവും. അതുകൊണ്ട് അങ്ങനെ ഗുണമുണ്ടാവും. പ്രയോറിറ്റൈസ് ചെയ്യുക. ഈ പ്രയോറിറ്റൈസിൻ്റെ കാര്യം പറയുമ്പോൾ ഓർക്കേണ്ട വേറൊരു സംഗതിയുണ്ട്. നമ്മളിപ്പോൾ ഒരു ഓഫീസിലോ എന്തെങ്കിലും കാര്യമായിട്ട് ചെന്നു. അപ്പം നമ്മളെ കൺസിഡർ ചെയ്യേണ്ട ഓഫീസർ അല്ലെങ്കിൽ ആ വ്യക്തി വേറൊരു തിരക്കിലാണ്. ആ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആളിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഡീലിങ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുന്നതാണ്. നമ്മളെ
നമ്മളുടെ കാര്യം കൈകാര്യം ചെയ്യാൻ ഒരു ഫ്യൂ സെക്കൻഡ്സ് മതിയാകും എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്ന ഓഫീസർ അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളാണെന്ന് വയ്ക്കുക. നാളെ നമ്മളാണ് ആ സ്ഥാനത്ത് എന്ന് വയ്ക്കുക. വേറെ ആളാണ് നമ്മളെ കാണാൻ പോകുമ്പോൾ നമ്മളാണ് ഈ കൈകാര്യം ചെയ്യേണ്ട വ്യക്തി, ഓഫീസർ എന്ന് വയ്ക്കുക. അപ്പോൾ നമ്മളൊരാളിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക. അയാളുടെ കാര്യം കൈകാര്യം ചെയ്യാൻ ഒരു 15-20 മിനിറ്റ് എടുക്കും, അല്ലെങ്കിൽ 1 മണിക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അയാളിൽ നിന്ന് ഫ്രീ ആവാൻ പറ്റുമെന്ന് വയ്ക്കുക. അപ്പോൾ തൊട്ടടുത്ത് ഒരാൾ വന്ന് നിൽക്കുന്നു. അയാൾക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ഒരു ഉത്തരവ് നമ്മുടെ ഇരിക്കുന്ന അടുത്ത് അങ്ങോട്ട് കൊടുത്താൽ മതിയാകും എന്ന് വയ്ക്കുക. അല്ലെങ്കിൽ ഒരു ഫ്യൂ സെക്കൻഡ് കൊണ്ട് തീർക്കാവുന്ന ഒരു കാര്യം. അപ്പം ഈ ഇരിക്കുന്ന ഓഫീസർ ഒരു പ്രായോഗിക ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ ഈ പ്രയോറിറ്റൈസേഷൻ, അപ്പോൾ ഈ പ്രാധാന്യം കൽപ്പിക്കുന്ന അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റേയാളുടെ ഒരു സെക്കൻഡ് നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ എടുത്ത് അങ്ങോട്ട് കൊടുക്കുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ വന്ന ആൾ അയാളുടെ കാര്യം ശ്രദ്ധിച്ചിട്ട് പോയി ഈസിയായിട്ട് ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് അയാൾ കാര്യം തീർന്നു. എന്നാൽ ചില മൂരാജി സ്വഭാവമുള്ളവരുണ്ട് ഓഫീസർമാർ. ഞാൻ കുറ്റം പറയുന്നത് എല്ലാ രംഗത്തും ഉണ്ടാകുന്ന ആൾക്കാർ അവരെന്ത് ചെയ്യും? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ സാർ എൻ്റെ ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, മാറി വെയിറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ് വളരെ തെറ്റ്. കാരണം അവിടെ പ്രയോറിറ്റൈസേഷന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള. കാരണം മറ്റേയാളെ 1 മണിക്കൂർ കഴിഞ്ഞ് അയാളിൽ നിന്ന് ഫ്രീ ആവും. ഈ 1 സെക്കൻഡ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ്, അല്ലെങ്കിൽ 5 മിനിറ്റ് 5 സെക്കൻഡ് കൊണ്ട് ചെയ്ത് കിട്ടാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കിട്ടാവുന്ന ഒരു സേവനം അയാൾ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. പ്രയോറിറ്റൈസേഷൻ്റെ നമ്മൾ മുൻഗണനാക്രമം നിശ്ചയിക്കുമ്പോൾ ഇതും കൂടെ നമ്മുടെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. നാളെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എനിക്ക് പലപ്പോഴും ഇത് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ പലപ്പോഴും ഇത് പ്രയോഗിച്ചിട്ടുള്ളതാണ്. ഈ രീതിയിൽ എന്താണ്, നമ്മളൊരാളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഒരാൾ വന്നാൽ അയാളെ പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ കഴിയുമെങ്കിൽ മറ്റേയാളുടെ എക്സ്ക്യൂസ് വേണ്ട, 1 സെക്കൻഡ് ഞാൻ എന്നിട്ട് നമ്മുടെ കയ്യിരിക്കുന്ന ഒരു ഉത്തരവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എടുത്തങ്ങോട്ട് കൊടുത്താൽ മതിയാവില്ലല്ലോ. നമ്മുടെ മേശ അങ്ങോട്ട് വലിച്ചിട്ട് അത് എടുത്ത് കൊടുക്കാനുള്ള കാര്യം ഉണ്ടാവുള്ളൂ. അവിടെ പ്രയോറിറ്റൈസേഷൻ വളരെ പ്രാധാന്യമുണ്ട്. അത് ചിലത് ശ്രദ്ധിക്കുക, അല്ലാതെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് അടുത്ത ദിവസം അപ്പോൾ നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. അടുത്ത ദിവസങ്ങൾ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ ക്രമീകരിച്ച് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന ക്രമത്തിൽ ചെയ്ത് സമയം ലാഭിക്കാൻ കഴിയും. അടുത്തത് പ്രധാനപ്പെട്ട വേറെ സംഗതി ഇതിനകത്തുള്ളത് എന്തറിയും, ഈ ചെയ്ത് തീർക്കാനുള്ള പ്രവൃത്തികൾ ചിലപ്പോൾ ചില കോൺഫറൻസുകൾ, മീറ്റിങ്ങുകൾ, ചിലരുമായിട്ട് ചർച്ച മറ്റൊരാളോട്ടിരുന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവും. അതിന് നമ്മൾ സമയം നിശ്ചയിച്ച്, ഇപ്പോൾ ഒരാളെ 4 മണിക്ക് മുന്നേ ഒരാളെ ഇന്ന സ്ഥലത്ത് വെച്ച് കാണുമെന്ന് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടു ഡു ലിസ്റ്റിലുള്ളതാണ്, അത് അയാളെ അറിയിച്ചിട്ടുണ്ട് ബൈ ഫോൺ, എങ്ങനെയും അയാളെ അറിയിച്ചിട്ടുണ്ടെന്ന് വയ്ക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ സമയം ക്രമീകരിച്ച് 4 മണിക്ക് അയാളെ കാണാനായിട്ട് പുറപ്പെടുമ്പോൾ വഴിയിൽ നമ്മളൊരാളെ കണ്ടുമുട്ടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കൂടെ സഹകരിച്ച അല്ലെങ്കിൽ കൂടെ പഠിച്ച ഏറെക്കാലമായി കാണാതിരിക്കുന്ന ഒരു ചങ്ങായിയെ കണ്ടുമുട്ടി എന്ന് വയ്ക്കുക. എന്ത് ചെയ്യും? 2 കാര്യങ്ങളുണ്ട്. അയാളെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകാം. നമ്മളെ കണ്ടില്ലെങ്കിൽ വലിയ വിഷയം പോകും. ഇനി നമ്മളെ അയാൾ കാണുകയും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതൊരു വിഷയം ഉണ്ടാക്കുന്നത് അയാളുടെ മനസ്സിൽ വെച്ചാൽ ഇത്രയും കാലമായിട്ട് കണ്ട് മൈൻഡ് ചെയ്യാൻ പോകില്ല. അപ്പോൾ നമ്മളെപ്പറ്റി ഒരു ബാഡ് തോട്ട് അയാളുടെ മനസ്സിലുണ്ടാവും. അതും മോശം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ അയാളോട് ഒരു ഹായ് പറഞ്ഞിട്ട് എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്യൂ സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന കാര്യം എന്താ അറിയോ, നമുക്ക് വിശദമായിട്ടൊന്ന് ഇരിക്കണം, അല്ലെങ്കിൽ ഒന്ന് കാണണം. ആ ഒരു ദിവസം ചേച്ചി ആ ഫോൺ നമ്പറൊക്കെ ഒന്ന് വാങ്ങിച്ച് അവിടെ ഫോൺ നമ്പർ ഷെയർ ചെയ്തിട്ട്, ഇപ്പോഴെല്ലാം ഫാസ്റ്റ് കാര്യങ്ങൾ നടക്കും. നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വേറെ തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് വളരെ സൗമ്യമായിട്ട് പറഞ്ഞ് അയാളെ കെയർ ചെയ്ത് നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം. അത് ശീലിക്കണം. പിന്നൊന്ന്, ഇതൊക്കെ നമ്മൾ തീർച്ച ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഈ കണ്ടുമുട്ടലിനിടെ ഇതുപോലെ ഈ വഴിയിൽ കണ്ടുമുട്ടുന്ന വേറെയുണ്ട് ചില ടോക്സിക് ആയിട്ടുള്ള ചില കണ്ടുമുട്ടലുണ്ട്. ചില കക്ഷികൾ നമ്മുടെ ചങ്ങായിമാർ നമ്മളെ മനഃപൂർവ്വം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ചില സമയം കൊല്ലികളുണ്ട്. അവന്മാരുടെ സമയത്തിനും വിലയില്ല. ആരെയൊക്കെ എങ്ങനെ നശിപ്പിക്കാം, ബുദ്ധിമുട്ടിക്കാമെന്ന് ചിന്തിച്ച് കച്ച കെട്ടി ഇറങ്ങി ചില ടോക്സിക്
ഫ്രണ്ട്സ് ഉണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അയാളുടെ അപ്പിയറൻസിൽ അല്ലെങ്കിൽ അയാളുടെ പ്രകടനത്തിൽ നമ്മളോട് ഇഷ്ടമുള്ളതാണെന്നും നമ്മുടെ കാര്യത്തിൽ കൂടുതൽ അയാൾ തൽപരനാണെന്നും ഒക്കെ വരുത്തി തീർക്കും. പക്ഷേ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകുന്നത് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തിയാൽ അയാൾ ഗുണമൊന്നുമില്ല പ്രത്യേകിച്ച്, എന്നാലും ഒരു ഗൂഢ സന്തോഷം അയാൾ ആസ്വദിക്കുന്നുണ്ട് ഒരാളെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയാൽ. അങ്ങനെയുള്ള ടോക്സിക് ഫ്രണ്ട്സിനെ കഴിവതും ഒഴിവാക്കി കളയണം. എങ്ങനെ ഒഴിവാക്കി കളയും? ആ കണ്ടുപിടിയ ഹായ് ബൈ പറഞ്ഞപ്പോഴേ പൊക്കോണം. നമ്മുടെ സമയം പുല്ലികളാണ് അവർ. കാരണം അവൻ്റെ സമയത്തിന് യാതൊരു വിലയില്ല. അവന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്ത് നമ്മളെ തടസ്സപ്പെടുത്തി നമ്മുടെ സമയം കൊല്ലി നമ്മുടെ സമയം കൊന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ഒഴിവാക്കും. ടോക്സിക് റിലേഷൻസ്, ടോക്സിക് ഫ്രണ്ട്സാണ് അവർ. മനസ്സിലാക്കണം. നമ്മുടെ മുമ്പ് ചിരിച്ച് അപ്പോൾ അതിനെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ വിസ്തര ഭയച്ചാൽ ഞാനത് ദീർഘിപ്പിക്കും. വിസ്തര ഭയത്താൽ മലയാളം വിസ്തര ഭയത്താൽ സമയം ഒരുപാട് എടുക്കും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഇനി ടൈം മാനേജ്മെൻറ്റ് വേറെ ഒരുപാട് തലങ്ങളുണ്ട്. നമ്മൾ അത് ഓരോ തരത്തിലുള്ള ആൾക്കാർ, ഓരോ സാധാരണക്കാരൻ, ബിസിനസ് കക്ഷികൾ, പ്രൊഫഷണൽസ്, ഉദ്യോഗസ്ഥർ, മറ്റു തരത്തിലുള്ളവർ, പിന്നെ അതുപോലെ ഭരണാധികാരികൾ, അങ്ങനെയൊക്കെയുള്ള പല തലത്തിലുള്ളവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള ടെക്നിക്കുകളാണ്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ രീതികളാണ് ഇത്രയും കാര്യങ്ങൾ. ഇനി വേറൊന്ന്, ഞാനിതെല്ലാം കൂടെ ചുരുക്കി ഒരു കാര്യം പറയാം. നമ്മൾ പണ്ട് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിത പഠിച്ചിട്ടുണ്ട്. അതായത് ശ്രീകൃഷ്ണൻ പിന്നെ കൗരവസഭയിൽ ചെല്ലുന്നൊരു സംഭവമുണ്ട്. എന്തുവാ? ഒരു കോംപ്രമൈസ് ടോക്ക്, അതായത് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി കോംപ്രമൈസ് ടോക്കിന് ചെല്ലുന്നൊരു രംഗമുണ്ട്. അത് വിശാലമായിട്ട് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിനകത്തൊരു വരിയുണ്ടെന്നറിയും, ദുര്യോധനൻ പറയുന്നതാണെന്ന് തോന്നുന്നു. അതായത് വേണ്ടാസനത്തിന് കോപ്പിട്ട് വന്നാൽ രണ്ടില്ല പക്ഷം മഹാദേവ ശംഭു. ദുര്യോധനാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണ്. അപ്പം ഞാനത് പറയുന്നത് വേണ്ടാസനത്തിന് കോപ്പിടാതിരിക്കുക. വേണ്ടാസനത്തിന് കോപ്പിടാതിരുന്നാൽ, കോപ്പിടുക മീൻസ് കോപ്പ് കൂട്ടുക പറഞ്ഞ ഒരുക്കങ്ങൾ നടത്തുക, ഇടപെടുക, അതൊക്കെ അതിൻ്റെ കോപ്പിടുക. കോപ്പ് എന്ന് പറയുന്ന വാക്കിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. ഇംഗ്ലീഷിൽ അതിന് കോപ്പിന് വേറെ പറയുന്നത് കോപ്പ്, COP, കോപ്പ് എന്ന് പറഞ്ഞാൽ പോലീസ് എന്ന് അർത്ഥമുണ്ട്. കോപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അത് വേറൊരു രീതിയിലായിരിക്കും. കോപ്പ് ഉപകരണം വെറുതെ അങ്ങനെ പറയാം. വേണ്ടാസനത്തിന് കോപ്പിടാതിരുന്നാൽ, അപ്പോൾ നമ്മൾ പരിഗണിക്കുന്നത് വേണ്ടാസനത്തിന് കോപ്പിടാതിരുന്നാൽ വീണ്ടും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടുവോളം സമയം കിട്ടും. നമ്മൾക്ക് നേരെ വരുന്ന, നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടേണ്ടതില്ല. അതോടെ മനസ്സിലാക്കുക. നമുക്കൊക്കെ അബദ്ധങ്ങൾ പോലും, എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. വേണ്ടതിനൊക്കെ പോയി ഇടപെടുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു വഴിയിൽ പോകുമ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ പൗരബോധവും ഒക്കെ അങ്ങോട്ട് ഉണർന്നിട്ട്, നീതിബോധവും ഒക്കെ ഉണർന്നിട്ട് കയറി ഇടപെടും. ചിലതൊക്കെ അത് നമുക്ക് വലിയ ടോക്സിക്കായി നമുക്ക് ബുദ്ധിമുട്ടായി മാറും. നമ്മുടെ സമയം പോവും, ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കും, ആരെങ്കിലും കൈവെക്കാനിടയാവും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളുടെ നേരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും കയറി ഇടപെടേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കണം. എല്ലാ കാര്യത്തിലും ഇടപെടേണ്ടായിരില്ല. വേണ്ടാസനത്തിന് കോപ്പിടാതിരുന്നാൽ വീണ്ടും കാര്യങ്ങൾക്ക് വേണ്ടുവോളം സമയം കിട്ടും എന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, പ്രയോറിറ്റൈസ് ചെയ്യുക. ആ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാം. നമ്മളിപ്പോൾ മീറ്റിംഗ്, നമ്മൾ കോൺഫറൻസുകൾ അല്ലെങ്കിൽ 4 പേര് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടടുത്ത് ഇരിപ്പിടത്തിൻ്റെ സൗകര്യം കുറയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ചർച്ച എളുപ്പം തീരും. സുഖകരമായ നല്ല സുഖകരമായ ഇരിപ്പിടവും ഒക്കെ ക്രമീകരിച്ചാൽ അവിടേക്ക് കൂടുതൽ സമയം ഇരിക്കാനുള്ള പ്രവണത നമുക്കുണ്ടാവും. കഴിയുമെങ്കിൽ ഇരിപ്പിടങ്ങൾ ഒഴിവാക്കിയാൽ എന്ത് ചെയ്യും? നിന്നുകൊണ്ട് ചർച്ച ചെയ്ത്, നമ്മൾ പലപ്പോഴും കണ്ടില്ലേ ഈ പ്ലാറ്റ്ഫോമിൽ, റെയിൽവേ പ്ലാറ്റ്ഫോമിലും ബസ് സ്റ്റാൻഡിലൊക്കെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് എളുപ്പം കാര്യങ്ങൾ. അപ്പോൾ തീരുമാനങ്ങൾ എളുപ്പമുണ്ടാവും. ആ തീരുമാനങ്ങൾ വളരെ ശരിയുമായിരിക്കും. കാരണം നമ്മൾ നിവർന്നു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിവർന്നിരിക്കുമ്പോഴും നമ്മുടെ
ഈ ബ്രെയിൻ്റെയൊക്കെ പ്രവർത്തനം ശരിയായ രീതിയിലായിരിക്കും. അതുകൊണ്ട് തീരുമാനങ്ങൾ എളുപ്പം വരും, ശരിയായ തീരുമാനങ്ങളുമായിരിക്കും. അതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്ക് സമയത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും. കാര്യങ്ങൾ സുഗമമാവും, ജീവിതം രസകരമാവും, വീണ്ടും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടുവോളം സമയം കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. വീണ്ടും അടുത്തൊരു വിഷയമായി നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.